നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ദമായ സ്വാഗതം. ഇന്ന് നവരാത്രിയുടെ 3-ാം ദിനമാണ്. ദേവിയെ ആദ്യത്തെ 3 ദിവസം ദുർഗയായും അടുത്ത 3 ദിവസം ലക്ഷ്മിയായും പിന്നീടുള്ള 3 ദിവസം സരസ്വതിയായും സങ്കല്പിച്ചാണ് പൂജയും ആഘോഷവും നടത്തി വരുന്നത്. ദുർഗാദേവിയുടെ ഈ 9 അവതാരങ്ങളെ ആരാധിക്കുന്നത് ഭക്തർക്ക് അവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും ആരോഗ്യവും ജ്ഞാനവും പ്രദാനം ചെയ്യുമെന്നാണ് ഒരു വിശ്വാസം. കേരളത്തിൽ കന്നിമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ പ്രഥമ ദിനം മുതൽ 9 ദിനങ്ങളിലായിട്ടാണ് നവരാത്രി മഹോത്സവം കൊണ്ടാടുന്നത്. നവരാത്രി കാലത്ത് ദേവീ പ്രീതിക്കായി പ്രത്യേക ചിട്ടവട്ടങ്ങളോടെയുള്ള ഉപാസനയാണ് നടക്കുന്നത്. എല്ലാ അറിവുകളുടെയും ഉറവിടമാണ് ദുർഗാദേവി. ഏത് തൊഴിൽ മേഖലയിലുള്ളവരും തങ്ങളുടെ കർമ്മപാതയിൽ ഔന്നത്യം നേടാനായി ഈ ദിവസങ്ങളിൽ ദേവിയെ ഉപാസിക്കണം. അറിവിന്റെയും ധൈര്യത്തിന്റെയും ദേവിയായ ചന്ദ്രഘണ്ഠാദേവിയുടെ പൂജയാണ് നവരാത്രിയുടെ 3-ാം ദിവസമായ ഇന്ന് നടക്കുന്നത്. വിവാഹത്തിനായി ശിവഭഗവാൻ എഴുന്നള്ളിയപ്പോ ബ്രഹ്മചാരിണീ ഭാവത്തിലുള്ള പാർവതീദേവിയുടെ ബന്ധുജനങ്ങൾക്ക് വലിയ മനോവിഷമമുണ്ടായി. ശിവന്റെ ആ ശ്മശാന വേഷവും ഭൂതഗണങ്ങളും ഒപ്പമുള്ള കാട്ടുമൃഗങ്ങളുമൊക്കെയാണ് അവർക്ക് വിഷമമുണ്ടാവാനുള്ള ഒരു കാരണം. എന്നാൽ ദേവിയാവട്ടെ അവരെ സ്വീകരിച്ച് അവരുടെ ആയുധങ്ങൾ വാങ്ങി തന്റെ കയ്യിൽ പിടിക്കുകയും അതിൽ ഒരു പുലിയുടെ പുലിപ്പുറത്തിരുന്ന് അവർക്ക് സ്വാഗതമരുളുകയും ചെയ്തു അത്രേ. ഇതാണ് ചന്ദ്രഘണ്ഠയുടെ ഭാവം. ചന്ദ്രഘണ്ഠ എന്ന ഈ പേര് എങ്ങനെ വന്നുവെന്നതിനെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഖണ്ഡം എന്നതിന് കഷ്ണം എന്നർത്ഥമുണ്ടല്ലോ. ചന്ദ്രക്കല ശിരസിലുള്ളത് കൊണ്ടാണ് ചന്ദ്രഘണ്ഠ എന്ന പേര് വന്നത് എന്നൊരു വാദമുണ്ട്. ഖണ്ഡ എന്നത് മണിക്കു പറയുന്ന പേരാണെന്നും ചന്ദ്രാകൃതിയിലുള്ള മണിയുടെ രൂപത്തിലാണ് അമ്മയുടെ കിരീടമെന്നും ഒരു വ്യാഖ്യാനമുണ്ട്. അക്രമത്തോട് കോപം കാട്ടുന്ന ഭാവമുള്ളവളും അസ്ത്രാദികൾ ധരിച്ചവളുമാണ് ഈ ദേവീ സങ്കല്പം. 10 കൈകളിലായി ത്രിശൂലം, ഗദ, വാള്, ചിന്മുദ്ര, താമര, അസ്ത്രം, വില്ല്, അഭയം, വരദം, കമണ്ഡലു എന്നിങ്ങനെ 10 കൈകളിലായി ആയുധങ്ങൾ പിടിച്ചിരിക്കുന്ന ഒരു രൂപമാണ് ചന്ദ്രഘണ്ഠാദേവിയുടേത്. പ്രശാന്തിയുടെ പുഷ്ടിയുടെ ശോഭ വിതറുന്ന രൂപമാണ് അമ്മ ചന്ദ്രഘണ്ഠ. ദേവി ത്രിനയനയാണ്, നീതി നടപ്പാക്കുന്നവളാണ്. ഭക്തർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളോട് യുദ്ധം ചെയ്യാനുള്ള ശക്തിയും ധൈര്യവും കൊടുക്കുന്നവളാണ് അമ്മ. തിന്മയും ദുഷ്ടതയും നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തുന്ന ദേവിയുടെ ആ രൂപം തന്നെ നമുക്ക് ശക്തി തരുന്നു. ഭക്തർക്ക് ദേവി അതിസൗമ്യയാണ്, ശാന്തയാണ്. ചന്ദ്രഘണ്ഠാദേവിയെ ഉപാസിക്കുന്നതിലൂടെ മഹത്വവും പ്രശസ്തിയും ബഹുമാനവും നിങ്ങളെ തേടിയെത്തും. ആധ്യാത്മിക ഉന്നതി നേടുന്നതിനും ദേവി നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. ധീരതയും സൗന്ദര്യവും ഒത്തിണങ്ങിയ ദേവിയുടെ ആ രൂപം ധ്യാനിച്ചാൽ തന്നെ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. നിങ്ങളുടെ എല്ലാ ചീത്ത ഊർജങ്ങളും പ്രശ്നങ്ങളും നിങ്ങളെ വിട്ടുപോവും. ചന്ദ്രഘണ്ഠാദേവിയെ ലളിതമായ രീതിയിൽ നമുക്ക് ഇന്ന് രാത്രി 12 മണിക്കുള്ളിലായി മനസ്സോടുകൂടി ഒന്ന് ആരാധിക്കാം. ആദ്യം തന്നെ കുളിച്ച് ശുഭവസ്ത്രമണിഞ്ഞ് ഒരു വിളക്കു കത്തിച്ചു വച്ച് മഹാദേവൻ, മഹാവിഷ്ണു, ബ്രഹ്മദേവൻ, ഗണേശൻ, കാർത്തികേയൻ, സരസ്വതി, ലക്ഷ്മി, വിജയ, ജയ എന്നിവരെ മനസ്സിൽ അങ്ങട് ആരാധിക്കുക. അതിനുശേഷം ചന്ദ്രഘണ്ഠയുടെ രൂപം മനസ്സിൽ ആരാധിച്ചുകൊണ്ട് ചന്ദ്രഘണ്ഠയുടെ ആരാധനാമന്ത്രം അങ്ങട് ഒരു 12 പ്രാവശ്യെങ്കിലും ആവർത്തിച്ച് അങ്ങട് ജപിക്കുക. എന്താ ആ ആരാധനാമന്ത്രം? അതോ കേട്ടോളുക. പിണ്ടചപ്രവരാരൂഢ ചണ്ഡകോപാസ്ത്ര കൈർയുത
പ്രസാദം തനുദേ മഹ്യം ചന്ദ്രഖണ്ഡേതി വിശ്രുത. ഈ മന്ത്രം ഒരു 12 പ്രാവശ്യെങ്കിലും ഇന്ന് അർദ്ധരാത്രി 12 മണിക്കുള്ളിലായി ഈ നവരാത്രി ദിനത്തില് ഒന്ന് ജപിക്കുക. ചണ്ഡിക, രാമചണ്ഡി ഇവ ചന്ദ്രകണ്ഠാദേവിയുടെ നാമങ്ങളാണ്. ശിവപാർവതിമാരുടെ വിവാഹ സന്ദർഭത്തിൽ പ്രേതങ്ങള്, ഭൂതഗണങ്ങള്, അഘോരികള്, ഋഷിമാര് എന്നിവരുടെ കൂടെ ഉഗ്രരൂപമെടുത്തുകൊണ്ട് ശിവൻ ഹിമവാന്റെ രാജകവാടത്തിലേക്ക് വന്നു. ശിവന്റെ ആ ഭയങ്കര രൂപം കണ്ട മാത്രയില് പാർവതിയുടെ അമ്മ അങ്ങട് ബോധം കെട്ടു വീണു. മാതാപിതാക്കന്മാരെയും ബന്ധുജനങ്ങളെയും ഭയത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പാർവതി ചന്ദ്രഖണ്ഡാരൂപം അങ്ങടെടുത്തു. എന്നിട്ട് ശിവനെ ശാന്തമനോഹര രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കുന്നതിന് ചന്ദ്രഖണ്ഡ അങ്ങട് പ്രേരിപ്പിച്ചു. ഉടനെ ശിവഭഗവാൻ ഉഗ്രരൂപം വെടിഞ്ഞ് മനോഹരനായ ഒരു രാജകുമാരന്റെ രൂപം അങ്ങട് കൈക്കൊണ്ടു. ചന്ദ്രഖണ്ഡാദേവിക്ക് സ്വർണ്ണ നിറമാണ്. കടുവയാണ് അമ്മയുടെ വാഹനം. കടുവയുടെ ആ ഘോരഗർജനം രൗദ്രതയെയാണ് സൂചിപ്പിക്കുന്നത്. കോപം വന്നാൽ ദേവി ഉഗ്രസംഹാരമൂർത്തിയാവും. എന്നാൽ ശാന്തഭാവത്തിലോ അവിടുന്ന് കരുണയുടെ മൃദുല രൂപമാണ്. ദേവിയെ മനസ്സറിഞ്ഞ് ഉപാസിക്കുന്നവർക്ക് ദിവ്യമായ പ്രഭാവലയം വികസിക്കും. അവരുമായി സമ്പർക്കം ചെയ്യുന്നവരിലും ആ പ്രഭ അങ്ങോട്ട് ബാധിക്കും. അവര് വളരെ എളുപ്പത്തിൽ അവരുടെ ജീവിത വിജയം നേടും. യുദ്ധസമയത്ത് ദേവിയുടെ മണി പുറപ്പെടുവിക്കുന്ന ആ ഘോരമായ ശബ്ദത്തിന്റെ ശക്തി കൊണ്ട് ആയിരക്കണക്കിന് രാക്ഷസന്മാർ മൃതിയടഞ്ഞു. ഭക്തരുടെ ദുഃഖങ്ങളെ നശിപ്പിച്ച് അവർക്ക് ഐശ്വര്യം വരുത്തുന്നതിനു വേണ്ടിയുള്ള ഇച്ഛയാണ് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ചന്ദ്രകണ്ഠാദേവിയുടെ രൂപം നമ്മളെ സൂചിപ്പിച്ച് കാണിക്കുന്നത്. യോഗ സാധനയിൽ മണിനാദം മുതലായവ കേൾക്കുന്നത് ദേവിയുടെ അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശുംഭ നിശുംഭന്മാരെ കൊല്ലുന്നതിന് മാതാ ചന്ദ്രകണ്ഠാദേവി കൗശികി ആയി അങ്ങട് അവതരിച്ചു. അസുരരെ ആകർഷിക്കുന്നതിനും വധിക്കുന്നതിനും വേണ്ടി കൗശികി ഉദാത്തമായ സൗന്ദര്യമുള്ളവളായി മാറി. ആ സമയത്ത് നിശുംഭനെ കൊണ്ട് കൗശികിയെ വിവാഹം ചെയ്യിക്കണമെന്ന് ശുംഭൻ അങ്ങട് തീരുമാനിച്ചു. കൗശികിയെ പിടിച്ചുകൊണ്ടുവരാൻ ധൂമ്രലോചനെ അങ്ങടയച്ചു. ദേവി വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോ അവൻ ദേവിയെ ആക്രമിക്കാൻ ധൈര്യപ്പെട്ടു. ആ സമയത്ത് കോപിഷ്ഠയായ കൗശികി കടുവയുടെ പുറത്തിരിക്കുന്ന യുദ്ധസന്നദ്ധയായ ഉഗ്രരൂപിണിയായ ചന്ദ്രകണ്ഠാദേവിയായി മാറി. ധൂമ്രലോചനനെയും അവന്റെ സൈന്യങ്ങളെയും ദേവി അങ്ങോട്ട് വധിച്ചു എന്ന് മറ്റൊരു കഥയും നിലനിൽക്കണ്ട്. എന്തായാലും ഈ നവരാത്രി ദിനത്തിന്റെ 3-ാം ദിനത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമ്പദ് സമൃദ്ധിയും വിജയവും പുരോഗതിയും രോഗപീഠകളും മാറ്റി അമ്മ ചന്ദ്രകണ്ഠാദേവി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഇന്ന് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.